പ്രൈസ് ദ ലോർഡ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ജസ്ലിൻ, ഞാൻ ഡോക്ടറാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട് സമയത്ത് MD-യുടെ സമയത്ത് എനിക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഒരു MD-യുടെ സമയത്ത് നമുക്ക് ജോലി ചെയ്യുകയും പഠിക്കുകയും തീസിസ് വർക്കും എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ജോലി ചെയ്തു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പഠനത്തെയും എൻ്റെ തീസിസ് വർക്കിനെയും സാരമായി ബാധിച്ചിരുന്നു. അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഡെഡ് ലൈൻ വന്നു. ഓഗസ്റ്റ് ആയിട്ടും വളരെ കുറച്ച് മാത്രമേ ഞാൻ അതിന് വേണ്ടി ചെയ്തിരുന്നുള്ളൂ. ബാക്കി ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിന്നുപോയി. എൻ്റെ പപ്പ ഇവിടെ മെയ് 18, 2019 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന അനുസരിച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഓൺലൈൻ ധ്യാനം കൂടുകയും ചെയ്തു. കൂടാതെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. ഒക്ടോബർ 11 അന്നാണ് ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത്. കാരണം ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അയച്ചു കൊടുക്കണം. ഒക്ടോബർ 11 ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഉള്ള പരുവത്തിന് എൻ്റെ തീസിസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. അത് കറക്റ്റ് സമയത്തിന് തന്നെ എനിക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റി. എൻ്റെ യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ വലിയൊരു കൃപയ്ക്ക്, അനുഗ്രഹത്തിന് ഞാൻ തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ MD എക്സാമിൻ്റെ സമയത്തും ആദ്യം വന്നിരുന്ന ഡേറ്റ് ഏപ്രിൽ 29 എന്നാണ്. ആ സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റിൽ എനിക്ക് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബം എന്നോട് കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ഡേറ്റുകളെല്ലാം ഓരോ പരീക്ഷയുടെ ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് എൻ്റെ എക്സാം ഒരു 2.5 മാസം കൂടെ പോസ്റ്റ്പോൺ ചെയ്തു. ആ ഒരു സമയത്ത് എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ പഠിപ്പിച്ചു. അത്രയും സ്പീഡിൽ ഞാൻ ഇന്നേ വരെ ഒന്നും പഠിച്ചിട്ടില്ല. അത്രയും സ്പീഡിൽ ഈ കാലയളവിൽ എന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച് ഒരു ടോപ്പിക് പോലും ബാക്കിയില്ലാണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ എക്സാമിന് പോകാൻ എനിക്ക് പറ്റി. കൂടാതെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് 4 പേപ്പറുകളാണ്. ആ 4 പേപ്പറുകളിലും അതിൻ്റെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ കൊറോണയുടെ സമയമായതുകൊണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് സർവീസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ജൂൺ മാസത്തിലെ തിരുഹൃദയത്തോടുള്ള വണക്കത്തെ ചൊല്ലിയുള്ള പ്രാർത്ഥനകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് 5:30. അപ്പം 5:30 മുതൽ 6 മണി വരെയുള്ള സമയം ഞാൻ എന്നും അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കും. പിന്നെ രാത്രിയിലത്തെ പ്രാർത്ഥനയും ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം വേറെ ഒന്നിനും എനിക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ ഇന്ന് ഞാൻ 5:30 ഇടുന്ന് കൃപാസന ആൾത്താരയിൽ അതിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അങ്ങനെ എൻ്റെ 4ാമത്തെ പേപ്പർ എഴുതിയ സമയത്ത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എക്സാം എഴുതുമ്പോഴത്തേക്ക് എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ പാസ്സെങ്കിലും ആകുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. അപ്പം എക്സാം ഹാളിലിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട്, മാതാവേ എനിക്ക് എഴുതണം, എനിക്ക് എഴുതിയേ പറ്റുള്ളൂ, എന്നെ സഹായിക്കണം, എനിക്ക് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്തു തന്നെ എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അപ്പം സാധാരണഗതിയിൽ അങ്ങനെ മാറ്റമൊന്നും വരാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലാണ് മാറ്റി തരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻ അത് മാറ്റി, എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ക്വസ്റ്റ്യനാക്കി മാറ്റി മാതാവ് എനിക്ക് തന്നു. ആ എക്സാമിന് എനിക്ക് നല്ല വിജയം തന്നെൻ്റെ മാതാവ് തിരുക്കുമാരൻ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വീണ്ടും എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ദൂരെയുള്ള ഒരു കോളേജിലാണ് എനിക്ക് പോസ്റ്റിംഗ് ഓർഡറായിട്ട് വന്നത്. അപ്പോൾ അതും ഗവൺമെൻറ് ഓർഡർ ആയതുകൊണ്ട് നമുക്കങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പം വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട വന്നെങ്കിലും 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് എൻ്റെ വീടിനടുത്തുള്ള കോളേജിലേക്ക് എനിക്ക് മാറ്റം കിട്ടി. അവിടെ തന്നെ വർക്കിംഗ് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. കാരണം നമ്മൾ യൂഷ്വലി അങ്ങനെ ഒരു ഓർഡർ വന്നാൽ നമുക്ക് മാറ്റി കിട്ടത്തില്ല. മാത്രമല്ല നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഹയർ ഒഫീഷ്യൽസിന് റിക്വസ്റ്റ് ലെറ്ററൊക്കെ അയച്ചെങ്കിലും അതിനൊരു ഫേവറബിൾ റെസ്പോൺസ് കിട്ടില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പം അതിനുശേഷമാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത്. അതിട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് തിരിച്ച് എൻ്റെ അടുത്തുള്ള കോളേജിൽ തന്നെ വന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. 4ാമത്തെ കാര്യം, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയൊരു കാര്യമാണ്. അതും ഞാൻ ഇതുപോലെ ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നതാണ്.
പിന്നെ കൊറോണയുടെ സമയം കാരണം അവസാനം ലേണേഴ്സ് എഴുതിയിട്ട് എനിക്ക് ഡേറ്റ് കിട്ടുന്നേ ഇല്ല, മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ചെല്ലുമ്പോഴും അന്ന് എടുക്കാൻ പറ്റില്ല, വേറൊരു ദിവസത്തേക്ക് മാറ്റി പോവാണ്. പിന്നീട് നോക്കുമ്പോൾ ഡേറ്റ് കിട്ടുന്നുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് പോകാനുള്ള സമയം അതുകൊണ്ട് പിന്നെ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് സമയമില്ല മാതാവ്, എനിക്കിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ, എനിക്കൊരു അത്ഭുതം ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അതുവരെ ഡേറ്റുകളൊന്നും സ്ലോട്ടുകളൊന്നും കിട്ടുന്നില്ലായിരുന്നു. അന്ന് ഒരു ദിവസം ഞാൻ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിട്ട് പ്രാർത്ഥിച്ച് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് ടൈം ഒന്നും കൂടെ ഞാൻ സൈറ്റിൽ കയറി നോക്കുവാണ്, ഇന്ന് എനിക്ക് സ്ലോട്ട് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് സ്ലോട്ട് കിട്ടി. വിതിൻ 3 വീക്സ് നെക്സ്റ്റ് ആ ഡേറ്റ് എനിക്ക് കിട്ടി. അന്ന് ആ ഡേറ്റിൽ തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ക്ലിയർ ആവുകയും ചെയ്തു. എനിക്ക് രണ്ട് വെഹിക്കിൾസിൻ്റെ ലൈസൻസും കിട്ടി. അതൊരു വലിയ അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ച്. കാരണം അതുവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അതില്ലാണ്ട്. പക്ഷേ അതെനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് എനിക്കത് ചെയ്തു തന്നു. പിന്നെ ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും ജോലിക്ക് പോകണോ അതോ ഇനി ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിലൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസംബറിലുള്ള ഇവിടുത്തെ നൊവേനയിൽ പങ്കെടുത്തിരുന്നു. അതിനിതുപോലെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ അവന് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ പ്ലേസ്ഡായി. അവൻ സന്തോഷത്തോടുകൂടെ താമസിക്കുന്ന അവിടെ. അതിനിടയ്ക്ക് അവന് ഡെങ്കു ഫീവറും വന്നിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന ഒരു രീതിയിലായിരുന്നു വന്നിരുന്നത്. എങ്കിലും നമ്മൾ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചു, ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൂടി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലൈസ്ഡ് ആവാണ്ട് തന്നെ അവനൊരു നല്ല സൗഖ്യം തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവിലൂടെ തിരുക്കുമാരൻ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. എല്ലാത്തിനുമായി ഒരുപാട് നന്ദി പറയുന്നു. നന്ദി പറയാം. ഡോക്ടർ ജസ്ലാണ് ഇപ്പോൾ നമ്മളോട് സാക്ഷ്യം പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറയുക, പരീക്ഷയുടെ സമയത്ത്, അതായത് MD ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ തീസിസ് വർക്ക് ചെയ്യേണ്ട സമയത്ത് ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അത് തീസിസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അത് തീസിസ് ചെയ്യുന്നവർക്ക് അറിയാം, ഒരുപാട് റിസർച്ചിൻ്റെ ആവശ്യകതകളുണ്ട്, ഒരുപാട് കോൺസെൻട്രേഷൻ വേണം. ആ ഒരു കാര്യത്തിൽ ഒരു വർക്ക് നമ്മൾ തീസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള A to Z അതിൻ്റെ അകത്ത് ഉണ്ടാകണം. അപ്പോൾ അത് ശരിക്കും വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യണ സമയത്താണ് ഈ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ വരണത്. അപ്പോൾ ബുദ്ധിമുട്ട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നത്. അതായത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് നമ്മൾ ഇവിടെ തീർത്ഥാടക ഉടമ്പടിയുണ്ട്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമുക്കിവിടെ വരാൻ പറ്റാത്തവരാണ് സാധാരണ അത് ചെയ്യണത്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സഹോദരങ്ങൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക്, ഇവിടെ ഇനി ചിലർക്ക് യാത്ര ചെയ്ത് വരാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുക എന്നുള്ളത്. അത് ചെയ്തു. ഈ മകൾ പറയുക, അതിൻ്റെ തീസിസ് വർക്ക് എങ്ങനെ നടന്നെന്ന് പോലും അറിയാൻ പോലെ എന്നെക്കൊണ്ടൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്, അത് എൻ്റെ ശക്തിക്ക് അതീതമായിട്ടുള്ള കാര്യമാണ്, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, കർത്താവിലൂടെ മാത്രം. അതുകൊണ്ട് ആ മകൾ ആ തീസിസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ MDയുടെ എക്സാം എന്ന സമയത്ത് പെട്ടെന്നാണ് ഡേറ്റ് വരണത്, പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കരഞ്ഞ് വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്, ഒരു 2.5 മാസത്തെ ഗ്യാപ്പ് നമുക്ക് എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. പോസ്റ്റ്പോൺ ചെയ്തതിന് ശേഷം പറയുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും പഠിക്കാനായിട്ടൊരു സമയം അമ്മ മാതാവ് ഒരുക്കി തന്നിട്ടില്ല ഇതുവരെ. അതായത് ആ പരീക്ഷയ്ക്ക് നല്ല റാങ്കോടുകൂടെ പാസ്സാകാൻ പറ്റി. പിന്നെ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ചിടത്ത് പോസ്റ്റിങ് കിട്ടണത്. പിന്നെ അനിയൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ഇടപെടുന്നത്. അതായത് ഡോക്ടർ പറയുക, അമ്മയെ അറിഞ്ഞതിന് ശേഷം അമ്മ മാതാവ് അനുഗ്രഹങ്ങളായിട്ട് എൻ്റെ കൂടെ വരികയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ അതാണ്, നമ്മൾ അതുവരെ അറിയാത്ത അമ്മ മാതാവിനെയും അതുവരെ നമ്മൾ കണ്ടുമുട്ടാത്ത ഈശോയെ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ളതാണ്. നമ്മൾ സാധാ പ്രാർത്ഥിക്കുന്നുണ്ടാകും, പള്ളിയിൽ പോകുന്നുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഉടമ്പടി ചെയ്തതിന് ശേഷം ബോധ്യങ്ങളിൽ നല്ല ഉറപ്പുണ്ടാകും, കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ അതിയായിട്ട് നമ്മൾ വിശ്വസിക്കും. പിന്നെ ദൈവത്തിൻ്റെ അത്ഭുതം ഭയങ്കര വലുതാണ്. അപ്പോൾ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ